നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭ റിപ്പബ്ലിക് പാർക്കിൽ ശോചനീയാവസ്ഥയാണെന്ന LDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ എന്നിവർ പറഞ്ഞു. റിപ്പബ്ലിക് പാർക്കിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു UDF പ്രതിനിധി സംഘം. റിപ്പബ്ലിക് പാർക്കിനകത്തെ മുഴുവൻ ലൈറ്റുകളും പ്രവർത്തനക്ഷമമാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലും കാര്യമായ കുറവുകളില്ല. അവധിക്കാലമായതോടെ നിരവധി പേരാണ് പാർക്ക് സന്ദർശിക്കാനെത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളുണ്ടെങ്കിൽ എത്രയും വേഗം പരിഹരിക്കാൻ മുനിസിപ്പൽ ചെയർമാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ് പറഞ്ഞു. നമ്മുടെ ഇരിങ്ങാലക്കുട നഗരസഭയിലുള്ള കൗൺസിൽ ചില വ്യക്തികൾ നഗരസഭയുടെ പാർക്കിനെ വളരെ മോശം ചിത്രീകരിച്ച്, അതുപോലെ തന്നെ വളരെ മോശം രീതിയിലാണ് പാർക്ക് നടന്നു വരുന്നതും എന്നുള്ള ഒരു പരാമർശം ഉണ്ടായി. അത് നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുന്നതിനും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാർക്കിനെ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലുള്ള ആ പരാമർശവും അതൊക്കെ ജനങ്ങൾക്ക് നേരിൽ കാണുന്നതിനും അതുപോലെ തന്നെ നേരിൽ മനസ്സിലാക്കുന്നതിനുമാണ് ഈ ഒരു അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം പരാമർശമുണ്ടെങ്കിൽ വളരെ വെളിച്ചില്ലാത്ത അവസ്ഥയുമൊക്കെ നിങ്ങൾക്ക് വൈകിട്ട് വന്നിവിടെ കാണുകയാണെങ്കിൽ വളരെ പ്രകാശമായ ഒരു അന്തരീക്ഷമാണ് ഇരിങ്ങാലക്കുട റിപ്പബ്ലിക് പാർക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ചെറിയ ന്യൂനതകളുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കാരണം അത് പെട്ടെന്ന് ഒരു ദിവസം ഒരു ചെറിയൊരു ന്യൂനത ഉണ്ടായി അപ്പം തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല എല്ലാപ്പോഴും അറിയാം. ആ ന്യൂനതകൾ എന്തെങ്കിലും ചെറിയതുണ്ടെങ്കിൽ തന്നെ അത് ചൂണ്ടിക്കാട്ടി അത് പരിഹരിച്ച് നമ്മൾ ഒത്തൊരുമയോട് പോകേണ്ടതിന് പകരം ചെറിയ ന്യൂനതകളെ അത് പെരുപ്പിച്ച് കാണിച്ച് നഗരസഭയെ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ ഇകഴ്ത്തി കാട്ടുന്ന തരത്തിലുള്ള പ്രവണത ഒരു ശരിയായ നടപടിയല്ല. അത് ജനാധിപത്യ രീതിയിലും അല്ലെങ്കിൽ ഒരു ജനങ്ങളോടുള്ള പ്രതിബദ്ധതയല്ല. അത് സ്വന്തം അല്ലെങ്കിൽ പാർട്ടിയോ അല്ലെങ്കിൽ സ്വയമായിട്ട് അത് ഒരു ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്വന്തം രീതിയിലുള്ള ഒരു മാത്രമായിട്ടാണ് ഞങ്ങളിവിടെ കാണുന്നത്. അത് നമ്മൾ ഇനിയും അത് ആവർത്തിച്ചുകൂടാ. നഗരസഭയിലുള്ള കാര്യങ്ങൾ ജനാധിപത്യ രീതിയിൽ അത് വിമർശിക്കാനും നല്ല രീതിയിൽ തന്നെ അത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിലുള്ളത്. ഇരിങ്ങാലക്കുട പാർക്കിൽ വളരെയധികം പേര് വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതുപോലെ തന്നെ ചെറിയ ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് ചെയർമാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ചെയർമാൻ അതിൻ്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ത് ചെറിയ കാര്യമായാലും അത് മാറ്റണമെന്നും അദ്ദേഹം ഇന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. തീർച്ചയായിട്ടും ആ കുടിവെള്ളത്തിനുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സ്പോൺസർമാരെ സമീപിച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ തന്നെ തനതായ ഫണ്ടിൽ നിന്ന് നമ്മൾ എടുത്ത് നമ്മൾ ഇരിങ്ങാലക്കുട നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഇരിങ്ങാലക്കുട നാദോപാസനയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത നർത്തകിയും കലാപ്രവർത്തകയുമായ നിർമ്മല പണിക്കരെ ആദരിച്ചു. സ്വാതി തിരുനാൾ സംഗീതോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതിനാലാണ് പ്രത്യേക ചടങ്ങായി സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട നടന കൈരളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നാദോപാസന ഭാരവാഹികളും കലാസാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. ഒരുപാട് പ്രതിഭകളുടെ നാടാണ് ഇരിങ്ങാലക്കുട. നമുക്കെപ്പോഴും അഭിമാനം തരുന്ന ഒരുപാട് മഹാപ്രതിഭകളുള്ള നാട്ടിൽ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മല ടീച്ചർക്ക് ഷത്കാല ഗോവിന്ദമാരാർ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾക്ക് അർഹയായിട്ടുള്ള ടീച്ചർക്ക് ഇനിയും ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾ ലഭ്യമാകട്ടെ. നമ്മുടെ നാടിനും നമ്മുടെ നാട്ടിലെ മാത്രമല്ല ഒരുപക്ഷെ എന്താ പറയുക, ഇന്ത്യയുടെ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ഒരു അധ്യാപിക കൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മല ടീച്ചർ വേണുജിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാദോപാസനയ്ക്ക് ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കാനുള്ള സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. വാക്കുകളില്ലാണ്ടാവില്ല. വളരെ വളരെ നന്ദി. ഇനിയും കുറേ കാലം ഇരിങ്ങാലക്കുടയിൽ സേവനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് കുടുംബം സമയം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നാദോപാസന ഒരു വലിയ പ്രസ്ഥാനമായി മാറട്ടെ.
16ാം മെത്രാഭിഷേക ദിനം ആഘോഷിക്കുന്ന രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക സമൂഹം പ്രാർത്ഥനാ മംഗളങ്ങൾ നേർന്നു. വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ലിൻഡോ കാരേക്കാടൻ, ഫാദർ ക്രിസ്റ്റോൺ കൈനാടത്ത് പറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കളർപാറ, ട്രസ്റ്റിമാരായ PT ജോർജ്, സാബു ജോർജ്, തോമസ് തൊകലത്ത്, അഡ്വക്കേറ്റ് MM ഷാജൻ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കൃതജ്ഞതാബലി അർപ്പിച്ചു. 16ാം മെത്രാഭിഷേക ദിനം ആഘോഷിക്കുന്ന രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനെ മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ രൂപത മന്ദിരത്തിലെത്തി അനുമോദിച്ചു. പോളി പിതാവ് മെത്രാഭിഷേകം കഴിഞ്ഞിട്ട് 16 വർഷം തികയുന്ന ദിവസമാണ്. ഇരിങ്ങാലക്കുട രൂപതയെ വളരെ ഭംഗിയായി നയിച്ച പിതാവാണ് പോളി പിതാവ്. ആത്മീയമായിട്ടുള്ള മേഖലയിൽ മാത്രമല്ല, ഭൗതിക സാഹചര്യങ്ങളും വളരെ ഭംഗിയായി ഈ രൂപതയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്താൻ അഭിവന്യ പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും പിതാവ് നേടിയ അംഗീകാരം ചെറുതല്ല. ജാതി മതചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും നന്മയിലേക്ക് നയിക്കാൻ അഭിവന്യ പിതാവ് വലിയ നന്ദിയുണ്ട്. വളരെ ഒരു ഐശ്വര്യത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് ഈ പിതാവിൻ്റെ 16 വർഷക്കാലം എന്നുള്ളത് നിസ്സംശയം പറയാൻ. എല്ലാ ആളുകളും പിതാവിന് ഇന്ന് പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ സുദിനത്തിൽ പറയുന്നു. ദൈവം നൽകിയ 16 വർഷങ്ങൾ മേൽപ്പെട്ട 16 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരുപാട് നന്ദിയോടും സ്നേഹത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുക. വിധികളുടെ, സമർപ്പിതരുടെ, സഹോദരങ്ങളുടെ, സർവോത്ത ജനപ്രതിനിധികളുടെ, മറ്റു മതസ്ഥരായിട്ടുള്ളവരുടെ കൂട്ടായിട്ടുള്ള സഹകരണം ഇവരെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇരിങ്ങാലക്കുട കളത്തുംപടി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസ് പള്ളിപ്പാട്ട്, സെക്രട്ടറി മനോജ് മാടശ്ശേരി, പ്രോഗ്രാം കൺവീനർ ആശ സുരേഷ്, ജനറൽ കൺവീനർ ജയന്തി രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവം 18, 19, 20 എന്നീ തീയതികളിലായി വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. 20-ാം തീയതി പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രസാദകൂട്ടിന് വേണ്ടതായ പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ കൊണ്ടുവന്ന് കലവറ നിറയ്ക്കൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. NSS മൂന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. ശങ്കരൻകുട്ടി സാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സെമി ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, അതിനുശേഷം 7:30 മുതൽ കോഴിക്കോട് ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി ഭജന ആണ് പ്രധാന പരിപാടി. ഇരിങ്ങാലക്കുട PWD റോഡിൽ ചെമ്പൂക്കാട്ട് ഇല്ലത്ത് പരേതനായ പ്രൊഫസർ CP ഇളയതിൻ്റെ സഹധർമ്മിണി സരോജിനി അന്തർജനം അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. സുരേന്ദ്രൻ, ലതിക എന്നിവർ മക്കളും ഡോക്ടർ മുരളീധരൻ, ഉഷാദേവി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.